തൃശൂർ കുന്നംകുളത്ത് ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്ക്. ചൊവ്വല്ലൂർ പടി സ്വദേശിനിക്കാണ് പരിക്കേറ്റത്. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത് ബസ്സുകാരുടെ കയ്യിലുള്ള അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ദിനം പ്രതി കാണുന്നുണ്ട്. വിശദാംശങ്ങൾ. വളരെ വലിയൊരു അപകടമാണ് ഒഴിവായത്. സാധാരണഗതിയിൽ നിരവധി അപകടങ്ങൾ ഇത്തരത്തിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വീണ് നമ്മളൊക്കെ വാർത്തകളിലൂടെ കണ്ട് പരിചയമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബസ് ഓടുന്ന ബസ് അല്ലെങ്കിൽ എടുക്കുന്ന ബസ്സിൽ നിന്ന് വീഴുന്ന സമയത്ത് ചക്രങ്ങൾക്കടിയിലേക്കാണ് വീഴാറുള്ളത്. ചക്രങ്ങൾ കയറി ഇറങ്ങി ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ട്, പക്ഷെ ഭാഗ്യം കൊണ്ട് ഈ യുവതിക്ക് അത്തരമൊരു അപകടം ഒഴിവായി. പക്ഷെ കാലുകളുടെ എല്ലിന് പൊട്ടലുണ്ടായി ഈ വീഴ്ചയിൽ. ഇന്നലെ വൈകിട്ട് 4:30 കുന്നോളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പലാവിൽ പരീക്ഷ എഴുതി വരുന്ന ചൊവ്വല്ലൂർ പടി സ്വദേശിയായിട്ടുള്ള 22 വയസ്സുള്ള യുവതിക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ബസ്സിൽ നിന്ന് നിരവധി ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ യുവതി ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുത്തു. അശ്രദ്ധയാണ്. എല്ലാ ആളുകളും ഇറങ്ങിയതിനു ശേഷമാണ് ബസ് മുന്നോട്ട് എടുക്കേണ്ടത്. പക്ഷേ ഈ യുവതി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ബസ് മുന്നോട്ടെടുത്തു. അതുകൊണ്ട് തന്നെ യുവതി ഇറങ്ങുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട് ബസ്സിന് സമീപത്ത് തന്നെ വീഴുകയായിരുന്നു. വീഴ്ചയിൽ കാലിന്റെ എല്ലിന് പൊട്ടലുകൊണ്ട് ഉടൻ ബസ്സിലെ കണ്ടക്ടറൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. മറ്റു യാത്രക്കാരൊക്കെ കൂടിയാണ് യുവതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നാട്ടുകാരും ബസ്സിലുണ്ടായിരുന്നവരും എല്ലാവരും ചേർന്നാണ് യുവതിയെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എക്സ്റേയിൽ എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഇന്നലെ തന്നെ സർജറിക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും യുവതി ഇപ്പോൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിലോടുന്ന ആതിഥേയം എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നാണ് യുവതി വീണിട്ടുള്ളത്. എന്തായാലും പരാതിയിൽ പോലീസ് നടപടി എടുക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു മണിക്കൂർ ലഭിക്കും. എന്തായാലും യുവതിക്ക് കാലുകളുടെ എല്ലിന് പൊട്ടലുണ്ട്. അതിന്റെ സർജറി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ കുന്നംകുളത്തെ റോയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അജുന, നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധി അനാസ്ഥകളാണ് ബസ് തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഒരു ഡയലോഗും കൂടിയുണ്ട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടാണല്ലേ എന്ന്. ഇത്തരത്തിൽ ഇവർ ഈ പെടാപ്പാടിൽ സാധാരണക്കാരുടെ ജീവൻ പൊലിയുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ റോഡിലുള്ള മരണപ്പാച്ചിൽ എന്ന് നിർത്തും എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണല്ലേ? തീർച്ചയായും അജുന, കാരണം നമുക്കറിയാം നിരവധി വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റോങ് സൈഡ് കയറി വന്ന് വലിയ ഗതാഗത കുരുക്കുള്ള സമയത്ത് റോങ് സൈഡ് കയറി വന്ന് എതിർ ദിശയിലും വലിയ തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. എന്തായാലും ബസ്സുകാർ ഈ കാര്യങ്ങൾക്കൊക്കെ പറയുന്ന ന്യായം സമയക്കുറവാണ്. കാരണം 5-10 മിനിറ്റ് ഗ്യാപ്പിലാണ് ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നത്. എവിടെയെങ്കിലും ബ്ലോക്കിൽ പെടുകയാണെങ്കിൽ ഇപ്പോൾ റോഡുകളുടെ കുണ്ടും കുഴിയും എല്ലാം മൂലം നിരവധി സ്ഥലങ്ങളിൽ ബ്ലോക്കുണ്ട്. നമുക്കറിയാം ദേശീയപാതയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നാണ് വാഹനങ്ങൾ പോകുന്നത്. സമാന സ്ഥിതി തന്നെയാണ് സംസ്ഥാന ഹൈവേകളിലും പല സ്ഥലത്തിലും ഉള്ളത്. ഈ ബ്ലോക്കുകളെല്ലാം കടന്നു വരുമ്പോൾ ഇവരുടെ സമയം വലിയ വ്യത്യാസം വരും. തൊട്ടുപുറകിൽ വരേണ്ട ബസ്സുകൾ ഇവരോടൊപ്പം എത്തുമ്പോൾ ബസ്സുകാർ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. സ്റ്റാൻഡിലെത്തുമ്പോൾ അടുത്ത ട്രിപ്പ് മുടങ്ങുന്നു, സമയം വൈകില്ല എന്നുള്ള വശങ്ങളാണ് ബസ്സുകാർ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു വശം മറുവശത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ ജീവന് വലിയ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെല്ലാം പോകുന്നത്. ഈ യുവതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. സാധാരണ ഇത്തരത്തിൽ സമാന രീതിയിലുള്ള നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴുന്ന ആളുകൾ നേരെ ബസ്സിന്റെ പിൻചക്രത്തിന്റെ അടിയിലേക്കാണ് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാർ എന്തായാലും അത്തരമൊരു അപകടം ഇവിടെ ഒഴിവായി എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കാലിന് എല്ലിന് പൊട്ടലുണ്ട്. സർജറി വരെ ചെയ്തു. എന്തായാലും പരാതി ഈ വിഷയത്തിൽ കുന്നോളം പോലീസിൽ നൽകിയിട്ടുണ്ട്. പോലീസ് നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അജുന, തൃശൂർ കുന്നംകുളത്ത് ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ യുവതിക്കാണ് പരിക്ക്. തലനാരിടയ്ക്കാണ് യുവതി രക്ഷപ്പെട്ടത്. ചൊവ്വല്ലൂർ പടി സ്വദേശിനിക്കാണ് പരിക്കേറ്റത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.